പൊന്നാനി നഗരസഭയിൽ വാർഡ് സഭകൾക്ക് തുടക്കമായി. വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ടാണ് വാർഡ് സഭകൾ നടക്കുന്നത്. വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട വാർഡുകളിൽ നിന്നും പൊതുജനാഭിപ്രായം തേടുന്നതിന്റെ ഭാഗമായാണ് വാർഡ് സഭകൾക്ക് തുടക്കമായത്. വാർഡ് സഭകളിലൂടെ പുതിയ പദ്ധതികളുടെ വികസന കാഴ്ചപ്പാട് രൂപീകരിക്കുകയും ജനപങ്കാളിത്തത്തോടെയും വിദഗ്ധരുടെയും അനുഭവസമ്പന്നരുടെയും അഭിപ്രായങ്ങൾ ക്രോഡീകരിക്കുകയും ചെയ്യും. വാർഡ് സഭകൾക്ക് മുന്നോടിയായി വർക്കിംഗ് ഗ്രൂപ്പ് യോഗവും നടന്നിരുന്നു. പൊന്നാനി നഗരസഭയിലെ 9ാം വാർഡ് ഗ്രാമസഭ നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്തു. എല്ലാ ഭൂമിക്കും രേഖ എന്ന സന്ദേശമുയർത്തി സംസ്ഥാനത്തെ എല്ലാ ഭൂമി കൈവശമുള്ള മുഴുവൻ ആളുകൾക്കും അവരുടെ പട്ടയം വിതരണം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഏതാണ്ട് 3 വർഷക്കാലമായിട്ട് സംസ്ഥാന സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി തന്നെ നിലവിൽ രേഖകളുള്ള ഭൂമിയെ സംബന്ധിച്ച് കൈവശമുള്ള ഭൂമിയെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഡിജിറ്റൽ സർവേ നടത്തി നമ്മുടെ ഭൂമിയുടെ അളവും കാര്യങ്ങളും കൃത്യമാക്കി അതിൻ്റെ പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് അതിനെ മാറ്റുകയും നമുക്ക് നമ്മുടെ മൊബൈലിൽ തന്നെ അതിൻ്റെ സ്കെച്ചും അതിൻ്റെ ഡീറ്റെയിൽസും ലഭ്യമാകുന്ന തരത്തിലുള്ള ഒരു സംവിധാനത്തിലേക്ക് മാറ്റപ്പെടുകയാണ്. സ്ഥിരം സമിതി അധ്യക്ഷൻ ടി മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു. ആർദ്രം കായ്കൽപ്പം പുരസ്കാരങ്ങൾ നേടി സംസ്ഥാനത്തെ മികച്ച നഗരസഭയായി തിരഞ്ഞെടുക്കപ്പെട്ട പൊന്നാനി നഗരസഭാ ഭരണസമിതിക്കുള്ള പുരസ്കാരം മുൻ കൌൺസിലർമാരായ ദിവാകരനും സുഹറയും ചേർന്ന് സമ്മാനിച്ചു. MBBS പരീക്ഷ പാസായ റമീസയ്ക്ക് നഗരസഭാ ചെയർമാൻ ഉപഹാരം സമർപ്പിച്ചു. ഡിജിറ്റൽ സർവേയുടെ വിശദാംശങ്ങളെക്കുറിച്ച് റവന്യൂ ഉദ്യോഗസ്ഥൻ പ്രവീൺ ക്ലാസ് എടുത്തു. NCV ന്യൂസ് പൊന്നാനി. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. വിഷൻ സക്സസ് ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം.